10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് ഏത്? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അഥവാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ 8ലും 9ലും പഠിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ആണ് 10th ഈ ചാപ്റ്റർ പഠിക്കുന്നത്. താരതമ്യേന വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് പീരിയോഡിക് ടേബിൾ, എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന്. അപ്പം ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ 8ലും 9ലും ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യം അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. എന്താണ് ആറ്റം? നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥം അഥവാ ദ്രവ്യം നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കണികകളെ, വളരെ സൂക്ഷ്മമായിട്ടുള്ള കണികകളെ നമ്മൾ എന്ത് പറയും? ആറ്റം എന്ന് പറയും. ഈ എല്ലാ മാറ്ററിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ എന്ത് പറയും? ആറ്റം എന്ന് പറയും. അപ്പം ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റമാണ് ഏറ്റവും ചെറുത് എന്നായിരുന്നു ഒരു വിശ്വാസം. പിന്നീട് സ്റ്റഡീസൊക്കെ നടത്തിയപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ആറ്റത്തിനേക്കാളും മൈന്യൂട്ടായിട്ടുള്ള ചില സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. അതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, ചാർജ്ലെസ് അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ എന്ന്. അപ്പോൾ ഇത് 3ഉം ആറ്റത്തിനകത്ത് തന്നെ കാണപ്പെടുന്നതാണെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. അപ്പം ആറ്റത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കൂടുതലായിട്ട് പഠിക്കണം. അങ്ങനെ അവർ എന്ത് കണ്ടെത്താൻ തുടങ്ങി? ആറ്റത്തിന് ഓരോ മാതൃകകൾ അല്ലെങ്കിൽ അറ്റോമിക് മോഡൽസ് കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിൽ തുടങ്ങി ബോറിൻ്റെ മോഡൽ ഓഫ് ആറ്റം വരെയാണ് നമ്മൾ എത്തി നിർത്തിയത്. 9ാം ക്ലാസ് വരെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബോറിൻ്റെ മാതൃക അനുസരിച്ച് പറയുമ്പോൾ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസ് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. അതിനകത്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ചാർജില്ലാത്ത ന്യൂട്രോൺസും ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ സെൻറ്റർ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ പാത്തിനെയാണെന്ന് അല്ലെങ്കിൽ ആ ഒരു പാത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഷെൽ അല്ലെങ്കിൽ ഊർജ്ജ നിലകളെന്ന് വിളിക്കും. ആ ഷെൽസ് ഏതൊക്കെയായിട്ടാണ്? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലെന്ന് പറയുന്നതിനെ നമ്മൾ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതിനുശേഷം എൽ, എം, എൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യത്തെ ഷെല്ലാണ് ഏത്? കെ ഷെല്ല്, രണ്ടാമത്തത് എല്ല്, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ആറ്റത്തിൻ്റെ ഷെൽ അഥവാ ഊർജ്ജ നിലകളെന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു, ഈ ഷെല്ലിനകത്താണ് എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ഷെല്ലിനകത്തും ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എത്രയെങ്കിലും ഇലക്ട്രോൺസിന് ചുമ്മാ കയറി ഇരിക്കാമെന്നല്ല, അതിനിരിക്കുന്നതിനൊരു കണക്കുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിൽ എന്നാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ആദ്യത്തെ ഷെല്ലായിട്ടുള്ള കെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നിൻ്റെ സ്ഥാനത്ത് ഷെൽ നമ്പർ, കെയുടെ ഷെൽ നമ്പർ 1 ആയതുകൊണ്ട് 1 ഇട്ട് കൊടുത്ത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസിനെയാണ്. എല്ലിൻ്റെത് അതേ കണക്ക് കണ്ടുപിടിച്ചു. ഷെൽ നമ്പർ 2 ആണ്. 2 ഇട്ട് 8 എന്ന് കണ്ടുപിടിച്ചു. എമ്മിൻ്റെത് 18. എന്നിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 32. ഇങ്ങനെയാണ് നമ്മൾ ഷെൽസിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കണ്ടുപിടിച്ചത്. അത് വെച്ച് നമ്മളൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളും ചെയ്തു വെച്ചിട്ടുണ്ട്. ആ എക്സാമ്പിളാണ് സോഡിയം. 11 അറ്റോമിക് നമ്പറുള്ള സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലാണ്. അതിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2, അത് എഴുതി. രണ്ടാമത്തെ ഷെല്ല് എല്ലാണ്. അതിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 8. അപ്പം ഓൾറെഡി 10 ഇനി ഒരെണ്ണം കൂടെ നമ്മളുടെ കയ്യിലുള്ള അത് നമ്മൾ എം ഷെല്ലിനകത്ത് അക്കോമഡേറ്റ് ചെയ്തു. അത് കണക്ക് മറ്റൊരു എക്സാമ്പിളാണ് ഫോസ്ഫറസ്. 15 അറ്റോമിക് നമ്പറുള്ള ഫോസ്ഫറസ്. അതും നമ്മൾ എങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2, അതിനുശേഷം 8. ഇനി ടോട്ടൽ കയ്യിൽ മൊത്തം 15 ആണ്. അതിൽ ബാക്കിയുള്ള 5നെ അടുത്ത ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്തു. ഇത്രയാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് എഴുതുന്നത്. നമുക്ക് ഷെൽസ് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റം മോഡൽസിൽ അവസാനം ജെ തോംസന്റെ മോഡലിൽ തുടങ്ങി നമ്മൾ അവസാനം വരെ എത്തി നിർത്തിയത് ബോറിൻ്റെ മാതൃക അല്ലെങ്കിൽ ബോറിൻ്റെ ഷെല്ലാണ്. അപ്പം അതനുസരിച്ച് പറയുന്നത്
ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. അതിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ ഒരു സർക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെൽസ് അഥവാ ഊർജ്ജ നിലകളെന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ഷെല്ലിനെയാണ് നമ്മൾ കെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഷെല്ലിനെ എൽ, എം, എൻ എന്നിങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് പോകും. അപ്പം ആദ്യത്തെ ഷെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്, രണ്ടാമത്തേത് എൽ, മൂന്നാമത്തേത് എം, നാലാമത്തേത് എൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഷെൽസ് ഉണ്ട്. ഇതിനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് റിവോൾവിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ഷെല്ലിനകത്തും ഇലക്ട്രോൺസ് എത്ര വീതമാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 2n² എന്ന് പറയുന്നത്. അതിൽ എന്നിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഷെൽ നമ്പറാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ഷെല്ലിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ. കെയ്ക്കകത്ത് എന്ന് പറയുന്നത് ഷെൽ നമ്പർ. കെയുടെ ഷെൽ നമ്പർ എത്രയാണ്? 1. അപ്പം 2 × 1² ഇട്ട് ചെയ്യുമ്പോൾ കെയ്ക്കകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസിനെയാണ്. അത് കണക്ക് എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണ്. എന്നിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 8 എന്ന് കിട്ടും. എമ്മിൻ്റെ ഇട്ടു എന്നിൻ്റെ ഇട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുന്ന 4 ഷെൽസിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ്. കെയ്ക്കകത്ത് 2 ഇലക്ട്രോൺസ്, എല്ലിനകത്ത് 8 ഇലക്ട്രോൺ, എമ്മിനകത്ത് 18 ഇലക്ട്രോൺ, എന്നിനകത്ത് 32 ഇലക്ട്രോൺ. ഇത്രയാണ് ഓരോ ഷെല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ്. അപ്പം നമ്മൾ ഷെൽസ് എന്താണെന്നും ഷെൽസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണെന്നും അത് വെച്ച് ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നും കണ്ടുപിടിച്ചു. അപ്പം നമുക്കറിയാം സയൻസിൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഡെയിലി അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് ബോറിൻ്റെ മാതൃകയ്ക്കും അല്ലെങ്കിൽ ബോറിൻ്റെ മോഡലിനും എന്തുണ്ടെന്ന് മനസ്സിലായത്? ലിമിറ്റേഷൻസ് ഉണ്ടെന്നും പിന്നീട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റത്തിനകത്ത് ഷെൽസിനകത്താണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കണ്ടെത്തലുകൾ വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഷെൽസിനകത്ത് മറ്റു പേരിൽ അല്ലെങ്കിൽ ഷെൽസിനകത്ത് സബ്ഷെൽസ് ഉണ്ട് അല്ലെങ്കിൽ ഊർജ്ജ നിലകളുണ്ട്. അതിനകത്താണ് ഇലക്ട്രോൺസ് യഥാർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് സബ്ഷെൽസ് എന്ന്. സബ്ഷെൽസ് എന്ന് പറയുന്നത് ഷെല്ലിന് അകത്തായിട്ടിരിക്കുന്ന ഒരു ഊർജ്ജ നിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ഷെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫബറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് KLM N എന്ന് ഉപയോഗിച്ചാണെങ്കിൽ സബ്ഷെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ലെറ്റേഴ്സ് SPDF ആണ് യൂസ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും 4 സബ്ഷെൽസ് ആണുള്ളത്, SPDF എന്നിങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഓരോ ഷെൽസിനെയും ഓരോ ക്ലാസ് റൂമായിട്ടൊന്ന് അസ്യൂം ചെയ്യാം. ആദ്യത്തെ K എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമാണ്. ചെറിയ ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒന്നാമത്തെ ക്ലാസ് റൂം ആയതുകൊണ്ട് ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്നു. അതിനകത്ത് മാക്സിമം എനിക്ക് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു? 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം K എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം ആയിട്ട് വെച്ച് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നു. അത് K എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്നാമത്തെ ഷെല്ലാണ് K ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തത് M, നാലാമത്തത് N. അപ്പം ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്നു. അതിനെ ഞാൻ S എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആയിട്ടും വെച്ചു. ഞാൻ അടുത്തൊരു കുറച്ചുകൂടെ വലിയ ക്ലാസ് റൂമാണ് L എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് 2 ബെഞ്ച് ഇട്ടിരിക്കുന്നു. ഓരോ ബെഞ്ചിനെയും S എന്നും T എന്നും ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എസിനകത്ത് 2 കുട്ടികളെയും Tക്കകത്ത് 6 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തു. കുറച്ചുകൂടെ വലിയ ക്ലാസ് റൂമാണ് മൂന്നാമത്തെ ക്ലാസ് റൂമാണ് M എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ 3 ബെഞ്ച് ഇട്ടിട്ടുണ്ട്. S എന്നും P എന്നും D എന്നും ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു. എല്ലാം സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എസിനകത്ത് 2 കുട്ടികളെയും Pക്കകത്ത് 6ഉം Dക്കകത്ത് 10ഉം വെച്ച് അക്കോമഡേറ്റ് ചെയ്തു. അപ്പം M എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമിൽ 3 ബെഞ്ചസ് ആണ്. അതിനകത്ത് ഇത്ര കുട്ടികളെ വീതം അക്കോമഡേറ്റ് ചെയ്തു. ഞാൻ കുറച്ചുകൂടി വലിയൊരു ക്ലാസ് റൂം എടുക്കുന്നു. അതിനകത്ത്
N ആണ്. എന്നിൻ്റെ ഷെൽ നമ്പർ നമുക്കറിയാം 4 ആയതുകൊണ്ട് തന്നെ 4 ബെഞ്ചസ് ഇട്ടിരിക്കുന്നു. എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ 4 ബെഞ്ചസ് ഇട്ടിരിക്കുന്നു. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14 എന്നിങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും. അപ്പം ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഷെൽ നമ്പർ എന്ന് പറയുന്നത് 1. ഒന്നാമത്തെ ഷെൽ ഏതാണ്? കെ ഷെല്ല്. കെ ഷെല്ലിനകത്തുള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്? എസ് എന്ന് പറയുന്ന ഒരൊറ്റ സബ് ഷെല്ല്. കാരണം അതിൻ്റെ ഷെൽ നമ്പർ എത്രയാണ്? ഒന്ന് ഷെൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു സബ് ഷെല്ല്. അപ്പം അതിനകത്തിരിക്കുന്ന കുട്ടികൾ 2ആണ്. കാരണം എന്താണ്? കെയ്ക്കകത്ത് മാക്സിമം ഇരിക്കാൻ പറ്റുന്നതിൻ്റെ എണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, 2ആണ്. രണ്ടാമത്തെ ഷെൽ നമ്പർ, രണ്ടാമത്തെ ഷെൽ ഏതാണ്? എല്ലാണ്. എല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 8 കുട്ടികൾ, 8 ഇലക്ട്രോൺസ് ആണ്. അപ്പം എല്ലിനകത്ത് ഉള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്? എസും പിയും. എസിനകത്ത് 2ഉം പിക്കകത്ത് 6. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നത്? മാക്സിമം നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എല്ലിനകത്ത് 8 ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പിക്കകത്ത് എസിനകത്ത് 2 പോയി കഴിയുമ്പം ബാക്കി 6 എണ്ണത്തിനെ പിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. അതിനകത്ത് മാക്സിമം 18. എത്ര സബ് ഷെൽസ് ഉണ്ട് അതിനകത്ത്? 3 സബ് ഷെൽസ് ആണുള്ളത്. എസ്, പി, ഡി. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10. നാലാമത്തെ സബ് ഷെല്ലാണ് എൻ. അതിനകത്ത് മാക്സിമം 32 ഇലക്ട്രോൺസ് ആണ്. 4 ഷെൽസ് ആണ് അതിനകത്തുള്ളത്. എസ്, പി, ഡി, എഫ്. ഓരോന്നിനകത്ത് എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 4. അപ്പം ഇങ്ങനെയാണ് സബ് ഷെൽസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ പറയാം, പ്രധാനമായിട്ടുള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്? എസ്, പി, ഡി ആൻഡ് എഫ്. എസിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2, പിക്കകത്ത് മാക്സിമം കൊള്ളുന്നത് 6, ഡിക്കകത്താകുമ്പം 10, എഫിനകത്താകുമ്പം 14. അപ്പം എല്ലാവർക്കും പൊതുവെ ഒരു ഡൗട്ട് വരാം. ഒന്നാമത്തെ കെയ്ക്കകത്തും എസ് ഉണ്ട്, എല്ലിനകത്തും എസ് ഉണ്ട്, എമ്മിനകത്തും എസ് ഉണ്ട്, എന്നിനകത്തും എസ് സബ് ഷെൽസ് ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ 1 നമ്പർ ഇട്ടു. അപ്പോൾ എങ്ങനെയാണ് 1S എന്ന് വായിക്കുന്നതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? എസ് സബ് ഷെല്ലോ ഫസ്റ്റ് ഷെൽ. ഒന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെൽ എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴോ ഇത് ആരുടെയാണ്? എല്ലിൻ്റെയാണ്. അതായത് രണ്ടാമത്തെ ഷെല്ലിൻ്റെയാണ്. അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2S എന്നും 2P എന്നും ഇടാം. അപ്പോൾ ഈ 2Pയുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്? രണ്ടാമത്തെ ഷെല്ലിൻ്റെ പി സബ് ഷെൽ എന്നാണ്. അങ്ങനെ വരുമ്പം ഇത് എത്രാമത്തെ ഷെല്ലിൻ്റെ ആയി? മൂന്നാമത്തെ ഷെല്ലിൻ്റെ ആയി. അപ്പം 3S, 3P, 3D എന്നായി. അപ്പം ഇവിടെ 3Dയുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്? തേർഡ് ഷെല്ലിൻ്റെ ഡി സബ് ഷെൽ എന്നായി. ഇവിടെ വരുമ്പോഴത്തേനോ നാലാമത്തെ ആയതുകൊണ്ട് 4S, 4P, 4D, 4F എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ 4Fൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? നാലാമത്തെ ഷെല്ലിൻ്റെ എഫ് സബ് ഷെൽ എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് സബ് ഷെല്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാണ്, സബ് ഷെൽസ് എന്താണ്? നമ്മൾ ഷെൽ. അപ്പം നമ്മൾ സബ് ഷെൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് 4 സബ് ഷെൽസ് ആണ് പഠിക്കാനുള്ളത്. എസ്, പി, ഡി, എഫ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സബ് ഷെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം കെ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലാണ്. ഞാൻ അതിനെ ഒരു ക്ലാസ് റൂമായിട്ട് കൺസിഡർ ചെയ്തു. അതിനകത്ത് മാക്സിമം കെയ്ക്കകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്തു. എല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 8 ആണ്. എമ്മിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 18 ആണ്. എന്നിനകത്താകുമ്പോൾ 32 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം. അപ്പം ഈ ക്ലാസ് റൂമിൽ കെ എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഒരു ബെഞ്ച് ഇട്ടു. ആ ബെഞ്ചിനെ ഞാൻ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കെയിൽ ഇരുത്താനായിട്ട് മാക്സിമം 2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ബെഞ്ചിൽ 2 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ എൽ എന്ന് പറയുന്ന ക്ലാസ് റൂമിലോട്ട് വരുമ്പം ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ് റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ? 8 കുട്ടികളുണ്ട്. അപ്പം രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ 2 ബെഞ്ച് ഇട്ടു. എസ് എന്ന് പറയുന്ന ബെഞ്ചിൽ
നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യം 2 കുട്ടികളെ ഇരുത്തി. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അതിനെ നമ്മൾ പി എന്ന് പറയുന്ന ബെഞ്ചിൽ ഇരുത്തി. ഇനി മൂന്നാമത്തെ ക്ലാസ് റൂമിലോട്ട് വരുമ്പോൾ മൂന്നാമത്തെ ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ 3 ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. എസ് എന്നും പി എന്നും ഡി എന്നും റെപ്രസെൻറ്റ് ചെയ്തു. എസിനകത്ത് നമുക്കറിയാം 2 കുട്ടികളെ ഇരുത്തി, പിക്കകത്ത് 6 കുട്ടികളെ ഇരുത്തി. നമ്മളുടെ കയ്യിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 18 കുട്ടികളാണ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ബാക്കി ഇനി 10 കുട്ടികളാണ്. അതിനെ മൂന്നാമത്തെ ബെഞ്ചിലും അല്ലെങ്കിൽ മൂന്നാമത്തെ ഡി ബെഞ്ചിലും അക്കോമഡേറ്റ് ചെയ്തു. നാലാമത്തെ ക്ലാസ് റൂമിലോട്ട് വരുമ്പോഴത്തേന് 4 ബെഞ്ച് ഇട്ടു. കയ്യിൽ മൊത്തം 32 സ്റ്റുഡൻസ് ആണുള്ളത്. ഒന്നാമത്തേതിൽ എസിനകത്ത് 2 കുട്ടികളെ, പിക്കകത്ത് 6, ഡിക്കകത്ത് 10. ഇനി നമുക്ക് ബാലൻസ് നോക്കുമ്പോൾ എത്ര വരും? 14 കുട്ടികളാണ് വരുന്നത്. അത് എഫ് എന്ന് പറയുന്ന ബെഞ്ചിലും അക്കോമഡേറ്റ് ചെയ്തു. പറഞ്ഞേക്കുന്നതിനെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്തേക്കുന്നതാണ് ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട്. ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, മാക്സിമം 2 കുട്ടികൾ. സബ് ഷെല്ല് 1S എന്ന് പറയുന്നത്, 1Sൻ്റെ റെപ്രസെൻറ്റേഷൻ ഒന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിലോട്ട് വരുമ്പോൾ എല്ലാണ് ഷെല്ല്. മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിലോട്ട് വരുമ്പോൾ എസ് എന്നും പി എന്നും പറയുന്ന 2 സബ് ഷെൽസ് ഉണ്ട്. 2ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? സെക്കൻഡ് ഷെല്ലിൻ്റെ 2S എസും സെക്കൻഡ് ഷെല്ലിൻ്റെ ടി എന്നും. അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത് ടോട്ടൽ 8 ആവാൻ വേണ്ടി എസിനകത്ത് 2, പിക്കകത്ത് 6. എമ്മിനകത്തും അതേ കണക്ക് തന്നെ, എന്നിനകത്തും അതേ കണക്ക് തന്നെ. അപ്പോൾ ഇവിടെ 3Dയുടെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡി സബ് ഷെല്ലാണ്. പക്ഷേ ഇത് ഏത് ഷെല്ലിൻ്റെയാണ്? 3rd ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ല്. ഇവിടെ 4Fൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? 4th ഷെല്ലിൻ്റെ എഫ് സബ് ഷെല്ല്.